പശ്ചിമേഷ്യൻ യുദ്ധം അതിന്റെ അതിർത്തികൾ കൂടുതൽ വഷളാകുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. റഷ്യയ്ക്കും ഇറാനും ഇടയിലുള്ള ഒരു സുപ്രധാന ആയുധ വിതരണ പാത ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആദ്യമായി കാസ്പിയൻ കടലിൽ ആക്രമണം അഴിച്ചുവിട്ടു. ഈ ആക്രമണം വെറുമൊരു സൈനിക നടപടി മാത്രമല്ല, ഒരു പ്രധാന തന്ത്രപരമായ സന്ദേശം കൂടിയാണ്. യുദ്ധം ഇപ്പോൾ പരമ്പരാഗത അതിർത്തികൾ മറികടന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമായി കണക്കാക്കപ്പെടുന്ന കാസ്പിയൻ കടൽ റഷ്യയ്ക്കും ഇറാനും ഇടയിലുള്ള ഒരു സുരക്ഷിത ഇടനാഴിയായി വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ പ്രദേശം US നാവികസേനയുടെ പരിധിക്ക് അപ്പുറമാണെന്നും കണക്കാക്കപ്പെടുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും കാര്യമായ അപകട സാധ്യതയില്ലാതെ ആയുധങ്ങളും സാധനങ്ങളും വിതരണം ചെയ്യാൻ അനുവദിക്കുന്നു. ഡ്രോണുകൾ, പീരങ്കി, ഷെല്ലുകൾ, ദശലക്ഷക്കണക്കിന് വെടിയുണ്ടകൾ എന്നിവ ഈ വഴിയിലൂടെ കൊണ്ടുപോയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 3 ലക്ഷത്തിലധികം പീരങ്കി ഷെല്ലുകളും ഏകദേശം 1 ദശലക്ഷം വെടിയുണ്ടകളും ഈ വഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ ഈ വിതരണ ശൃംഖലയിലെ ഒരു നിർണായക കണ്ണിയായി മാറിയിരിക്കുന്നു. ഉക്രൈനിയൻ നഗരങ്ങളെ ആക്രമിക്കാൻ റഷ്യ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിലെ US താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുന്നതിനായി ഇറാൻ അവ ഉപയോഗിക്കുന്നുണ്ട്. ഈ ശൃംഖല തകർക്കാൻ ഇറാന്റെ കാസ്പിയൻ തീരത്തുള്ള ഒരു തുറമുഖമായ ബന്ദർ അൻസാലിയെ ഇസ്രായേൽ ആക്രമിച്ചു. യുദ്ധക്കപ്പലുകൾ, നാവിക കമാൻഡ് സെന്ററുകൾ, കപ്പൽശാലകൾ, അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ഡസൻ കണക്കിന് സൈനിക സ്ഥാപനങ്ങളെയാണ് ആക്രമണം ലക്ഷ്യമിട്ടത്. നിരവധി കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടതായും നാവിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ദൃശ്യ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഈ സംഭവം മുഴുവൻ റഷ്യയും ഇറാനും തമ്മിലുള്ള വളർന്നുവരുന്ന സൈനിക സഖ്യത്തെയും തുറന്നുകാട്ടി. യുദ്ധസമയത്ത് റഷ്യ ഇറാൻ ഉപഗ്രഹ രഹസ്യാന്വേഷണവും നൂതന ഡ്രോൺ സാങ്കേതിക വിദ്യയും നൽകി. ഇത് ആക്രമണങ്ങളുടെ കൃത്യതയും ശക്തിയും വർദ്ധിപ്പിച്ചു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം വിതരണങ്ങളെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, ഇറാന്റെ സമുദ്ര സുരക്ഷയിലെ ബലഹീനതകൾ തുറന്നുകാട്ടുന്നത് കൂടിയായിരുന്നു. ഈ ആക്രമണത്തിന്റെ പ്രത്യാഘാതം സൈനികമായി മാത്രമല്ല സാമ്പത്തികമായും ഉണ്ടാകാം. ഗോതമ്പിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വ്യാപാരവുമായും ഈ പാത ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഡ്രോൺ വിതരണങ്ങളെ മാത്രമല്ല ഭക്ഷ്യസുരക്ഷയെയും ബാധിച്ചേക്കാം. സിവിലിയൻ വ്യാപാര കേന്ദ്രത്തിനു നേരെയുള്ള ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ച റഷ്യ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അത്തരം നടപടികൾ യുദ്ധം കൂടുതൽ വഷളാവുകയുള്ളൂവെന്നും മോസ്കോ മുന്നറിയിപ്പ് നൽകി. എന്നിരുന്നാലും ഈ ആഘാതം ശാശ്വതമായിരിക്കില്ലെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു. റഷ്യയും ഇറാനും ബദൽ മാർഗങ്ങൾ തേടിയേക്കാം. എന്നാൽ വിദൂരവും അപ്രതീക്ഷിതവുമായ പ്രദേശങ്ങളിൽ പോലും ആക്രമണം നടത്താനുള്ള കഴിവ് ഇസ്രായേൽ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഇത് വെറും മുന്നറിയിപ്പ് മാത്രമായിരുന്നോ, അതോ വരും ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.